കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്തുള്ള പുരാതന ഭദ്രകാളി ക്ഷേത്രമാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം. കേരളത്തിന്റെ സാമൂഹിക ആത്മീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനമുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവതിയെ വൈരങ്കോട് കുടിയിരുത്തിയത്. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായ ദേവി പുഴ കടന്ന് ആഴ്വാഞ്ചേരി മനക്കിലെത്തുകയും മനക്കിലെത്തിയ ഭഗവതിയെ തമ്പ്രാക്കൾ വൈരങ്കോട് കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങാടിപ്പുറം ഭഗവതിയുടെ ഭക്തരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ദേവി ചൈതന്യം പ്രത്യക്ഷപ്പെടുകയും ദേവി ചൈതന്യത്തെ തമ്പ്രാക്കൾ വൈരങ്കോട് കുടിയിരുത്തുകയും ചെയ്തു എന്നുള്ള മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള അവകാശം ഈ ഐതിഹ്യത്തെ ശക്തിപ്പെടുത്തുന്നു. ക്ഷേത്ര ഊരായ്മക്കാരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ക്ഷേത്രത്തിലെത്തിയാൽ ദേവി എഴുന്നേറ്റ് വണങ്ങുമത്രേ. അതുകൊണ്ടുതന്നെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വൈരങ്കോട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ല. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ വൈരങ്കോട് വേല അല്ലെങ്കിൽ തീയാട്ട് നടത്തി വരുന്നത് കുംഭമാസത്തിലാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തീയാട്ട് മരം മുറിയോടെയാണ് തുടക്കമാകുന്നത്. കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മരം മുറിയും. തുടർന്ന് തൊട്ടടുത്ത ചൊവ്വാഴ്ച ചെറിയ തീയാട്ടും വെള്ളിയാഴ്ച വലിയ തീയാട്ടും നടക്കും. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ നിശ്ചയിക്കുന്ന കോയ്മയ്ക്കാണ് ക്ഷേത്രകാര്യങ്ങളിലെ ഉത്തരവാദിത്വം. തമ്പ്രാക്കൾ കോയ്മ അനുവാദം നൽകുന്നതോടുകൂടി മാത്രമാണ് ക്ഷേത്രോത്സവത്തിന്റെ തുടക്കമായ മരമുറിയും ഉത്സവ സമാപനത്തിന്റെ ഭാഗമായ അരിയളവ് നടത്തുന്നതും എല്ലാം. വൈരങ്കോട് ഉത്സവത്തിന്റെ പ്രധാന കൊടിവരവായ ആദവനാട് ആഴ്വാഞ്ചേരി മന വരവുകളും തമ്പ്രാന്റെ അനുഗ്രഹം വാങ്ങിയിട്ടേ വൈരങ്കോട്ടേക്ക് പുറപ്പെടൂ. വെട്ടത്ത് നാട്ടിലെ മതമൈത്രിയുടെ ഉത്സവമായിട്ടാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ തീയാട്ട് അറിയപ്പെടുന്നത്.